പ്രവർത്തികൾ 22 അതിന്റെ 14-15 വാക്യം ഒരാളിന് ശബ്ദമുയർത്തി വായിക്കാം. ആമേൻ. 22-ാമത്തെ അധ്യായം പ്രവർത്തികൾ അതിന്റെ 14-15 വാക്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ ആമേൻ കൊണ്ടുവരാം. സ്വർഗ്ഗം നമ്മെ സഹായിക്കും. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. മതി. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും പ്രത്യേകിച്ച് അഭിഷക്തന്മാർ ഇതിനകത്തുണ്ട്. ആമേൻ. നമ്മുടെ മാത്യൂസ് കർത്താവിന്റെ ആമേൻ അഭിഷക്തന്റെ വൈഫ് ഇതിനകത്ത് മിനി കർത്താവിന്റെ ദാസിയുണ്ട്. പ്രത്യേക സ്നേഹത്തെയും നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. മറ്റ് ആമേൻ അഭിഷക്തന്മാർ ഇതിനകത്തുണ്ട്. ശക്തമായി വചനം ശുശ്രൂഷിക്കുന്ന ഇതിനകത്തുണ്ട്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇവിടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഇവിടെ 22-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം മുതൽ തീർത്തും നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര ദൂതുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭയങ്കര സമുദ്രമാണ് 22-ാമത്തെ അധ്യായം. 22-ാമത്തെ അധ്യായവും 9-ാമത്തെ അധ്യായവും 26-ാമത്തെ അധ്യായം കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ 1-ാമത്തെ സാക്ഷ്യം പറയുന്നത് താൻ 9-ാമത്തെ അധ്യായത്തിലാണ്. 2-ാമത്തെ സാക്ഷ്യം പറയുന്നത് 22-ാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിലാണ്. 3-ാമത്തെ തന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് 26-ാമത്തെ അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ കാണുന്ന 26-ന്റെ 6 വായിക്കുമ്പോൾ അവിടെ ഒരു വിലപ്പെട്ട സാക്ഷ്യം കാണുന്നു. ഈ സാക്ഷ്യങ്ങളെല്ലാം പൗലൂസ് അവൻ ഈ പുസ്തകത്തിനകത്ത് അരിച്ചു പറക്കി തന്നോട് എനിക്ക് പറയാനുള്ള ഒരു ദൗത്യം ഇതാണ്. ഈ 22-ാമത്തെ അധ്യായം നമ്മൾ 9-ാമത്തെ ചേർത്ത് പഠിക്കുമ്പോൾ അതിനകത്ത് പ്രൈസ് ദി ലോർഡ് ഈ 9-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു അനന്യാസ് എന്നൊരു പ്രവാചകൻ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് നേർവീതിയിൽ യൂദയുടെ ഭവനത്തിലേക്ക് ആമേൻ 2 കണ്ണും ആമേൻ അടിച്ചുപോയ ഒരു മനുഷ്യൻ അതിനകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതായത് ആമേൻ ഈ അനന്യാസ് എന്ന പ്രവാചകനായിരിക്കുന്ന ഈ മനുഷ്യനെ നിരവധി പ്രാവശ്യം പല തലത്തിലും ഭയങ്കരമായി ദേവോപദ്രവം ചെയ്ത ഒരു മനുഷ്യനാണ് ആമേൻ ഈ ശൗല്. സ്തോത്രം. ആമേൻ. ദൈവം അനന്യാസിനെ എണീപ്പിക്കുമ്പോൾ അനന്യാസ് ദൈവത്തോട് പറയുന്ന ഒരു ആമേൻ വാക്കിതാണ്, ഞാൻ അദ്ദേഹത്തിനടുത്ത് പോകത്തില്ല. കാരണം ഈ മനുഷ്യൻ എന്നെ പല പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പഴയ ആൾക്കാർ പറയുന്നില്ലേ, ചവിട്ടിയ പാമ്പിനെ കൂടുതൽ എന്ത് ചെയ്യണം, വിഷമെടുപ്പിക്കുന്ന ഒരു പരിപാടി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് ഈ നാമം നിമിത്തം ആരെങ്കിലും വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ കരം ദൈവം എടുക്കും ഇന്ന് രാത്രി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ നാമം നിമിത്തം ഞാൻ ഉറപ്പിച്ചു പറയാം, ആത്മാവിനോട് അങ്ങനെ പറയുന്നു, ഈ നാമം നിമിത്തം ആരെങ്കിലും നിങ്ങളെ പഴിച്ചു ദുഷിച്ച് മാറ്റി നിർത്തിയെങ്കിൽ ഈ നാമം ആമേൻ സ്തോത്രം എടുത്ത നിന്റെ കൈ കൊണ്ട് ആ മനുഷ്യന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരവസരം ദൈവം നിനക്ക് ഒരുക്കും. അനന്യാസ് എന്ന് പറയുമ്പോൾ എത്ര പേർക്കും രാത്രി ആമേൻ പറയാൻ കഴിയും? ദൈവ കുഞ്ഞെ, ഈ നാമം നിമിത്തം ഹല്ലേലൂയ അനന്യാസ് എന്ന പ്രവാചകൻ ഈ ശൗൽ എന്ന വ്യക്തിയിൽ നിന്ന് ഏറ്റ ഉപദ്രവം ചെറുതല്ല. 1, 2, 3, 4, 5 എന്ന് തുടങ്ങി ആമേൻ സംഖ്യകൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം അനന്യാസിന് പറയാനുള്ളൊരു പദം ഇതാണ്. ഹല്ലേലൂയ. കേരളത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ ആമേൻ മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മനുഷ്യൻ അത് വേണമെന്ന് അനന്യാസ് ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി പറയുക, എനിക്ക് അവനെ വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞില്ല, ഇത് നിനക്കൊരവസരമാണ്, ഈ അവസരം നീ പാഴാക്കരുത്. പല അവസരങ്ങളും
നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ പലപ്പോഴും നമ്മൾ മാറിപ്പോയില്ലേ? അദ്ദേഹം നമ്മെ ഉപദ്രവിച്ച കണക്കും പറഞ്ഞ് ആ വീട്ടിന്റെ വാതിക്കൽ പോലും നീ പോകുവാൻ മടിച്ചു നിന്ന ചില അവസ്ഥകളുണ്ടല്ലോ. അനന്യാസേ, നിന്നെ ഇന്ന് രാത്രി സ്തോത്രം, ഞാൻ ഒരു ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നു. അവനെ എനിക്ക് ആവശ്യമുണ്ട്. നീ നേർവേദിയിൽ ചെന്ന് യൂദയുടെ ഭവനത്തിനകത്ത് കടക്കുമ്പോൾ അവൻ അവിടെ ഇരിപ്പുണ്ട്. കരമുയർത്തി ഒരു ആമേൻ പറയാൻ പറ്റുമോ? ഹാലലൂയ. വീടൊക്കെ മുടങ്ങട്ടെ. ഹാലലൂയ. ആമേൻ. അവിടെ ചെന്ന് നിനക്ക് ഞാൻ ശുശ്രൂഷ ഏൽപ്പിക്കാൻ പോകുകയാ. നിന്റെ ശുശ്രൂഷ കാർമികമായ ശുശ്രൂഷ നിന്റെ കരത്തിൽ കൂടെ അനന്യാസെ നീ ചെയ്ത് ആമേൻ, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിന്റെ കരത്തിൽ കൂടെ അവന് സൗഖ്യം വരുത്തും. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി നിന്നോടും എന്നോടും ദൈവത്തിന് പറയാൻ കഴിയുന്ന ഒരു ദൂതനാണ്. നീ കരം വച്ചാൽ മതി, പ്രവർത്തിക്കുന്നത് സ്വർഗമാണ്. ഈ പുസ്തകത്തെ ഉയർത്തിപ്പിടിച്ച് എനിക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, നാളെ ഈ നേരത്ത് നിന്റെ കരം ഞാൻ വെട്ടി പിച്ചാത്തി പിടിക്കിടുമെന്ന് പറഞ്ഞവനെ ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞതിന്റെ 86ാമത്തെ ദിവസം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ, സ്തോത്രം, അവരെ ഞാൻ ഇറക്കി സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ കർത്താവ് പറഞ്ഞാൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അവൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അനന്യാസ് ആമേൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവൻ തപ്പുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ണെല്ലാം കാഴ്ചയൊക്കെ പോയി തപ്പുകയാണ്. അവൻ അത് ഒന്നാമത്തെ സാക്ഷ്യം. അവൻ എന്താ നോക്കിക്കേ, അവന് കാഴ്ച പ്രാപിച്ച ശേഷം പൗലോസ് എന്താ ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ. അടുത്തവൻ ചെയ്ത സ്നാനമാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, അവിടെ അവൻ ദൈവത്തിന് ആദ്യം സാക്ഷ്യം കൊടുക്കുകയാ. രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. 22ാമത്തെ അധ്യായത്തിന്റെ 14, 15 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിച്ചത് ഇങ്ങനെയാണ്: അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്റെ ഇഷ്ടം അവൻ അറിയുവാനും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇഷ്ടം എന്താണ്? ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഇഷ്ടം എന്താണ് എന്ന് പറഞ്ഞാൽ 22ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി സഹോദരിമാരെ തടവിലാക്കിയും ഒത്തിരി അഭിഷക്തന്മാരെ തടവിലാക്കിയും ഒത്തിരി ആമേൻ, സ്തോത്രം, തടവറകൾ, തുറുങ്കുകൾ തുറക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് 22ാമത്തെ അധ്യായം. അവിടെയും പൗലോസിന് സാക്ഷ്യം പറയുവാനുണ്ട്. എന്റെ ദൈവത്തിന്റെ ഇഷ്ടം നിന്നിൽ ചെയ്യുവാനത്രേ ഇന്ന് രാത്രിയിലും കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഒന്ന് ചിന്തിക്കൂ ദൈവമൈതലേ, എന്നെ കേൾക്കുന്ന കർത്താവിന്റെ അഭിഷക്തമാരെ, ഞാൻ നിങ്ങളെ സംബോധന ചെയ്യുന്നു. 25ന്റെ പ്രാരംഭ 31 ദിവസം നമ്മെ വിട്ട് കടന്നുപോയി. എത്ര മരണം നമ്മൾ കേട്ടു, എത്ര മരണം കേട്ടു. ആമേൻ, സ്തോത്രം. കേവലം 18 മാസം പ്രായമുള്ള, ഹല്ലേലൂയ, 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ തലക്കടിച്ച് കിണറ്റിനകത്തെറിഞ്ഞ് കൊന്നു കളഞ്ഞില്ലേ? അത് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചതല്ലേ? എന്തിനേറെ വൃദ്ധന്മാരായ അപ്പനും അമ്മയും 10 മാസം ചുമന്നു വളർത്തിയ 38 വയസ്സായ മകൻ അവരെ ചുട്ടുകൊന്നില്ലേ? ഇതൊക്കെ വിളിച്ചുയർത്തുന്ന കാര്യമെന്നറിയാമോ? നിന്റെ ശബ്ദം നിലയ്ക്കുവാൻ വേണ്ടിയല്ല, നിന്റെ ശബ്ദം യേശുവിന് വേണ്ടി ഉയരുവാൻ വേണ്ടിയാ. എന്തിനേറെ 35 ലക്ഷം കൊടുത്ത മക്കളെ ഹല്ലേലൂയ ഒരു നല്ല ഭാവിക്ക് വേണ്ടി വിട്ടപ്പോൾ അടുത്ത മറുപടി മകളിൽ നിന്ന് കിട്ടിയ ഒറ്റ മറുപടി, ഇറങ്ങന്റെ വീട്ടിൽ നിന്ന്. ഇന്ന് പകല് ഞാൻ പറയട്ടെ, എല്ലാം എഴുതി കൊടുക്കുമ്പോഴും ആമേൻ ഒരു ചാൺ വയറിന് വേണ്ടി രാവിലെ സൂര്യൻ ഉദിക്കുന്നുമ്പേ നിങ്ങൾ ഉപജീവന വഴിക്കായി ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ ചേർത്തു പിടിക്കുന്ന തലമുറ നാളെ നിങ്ങൾക്കെതിരെ ഒരു മഹാസർപ്പമായി വിടർത്തി നിൽക്കുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു പാഠമായി ഹല്ലേലൂയ മുമ്പിലോട്ട് വരേണ്ടത് അത്യാവശ്യമാണെന്ന് തമ്പുരാൻ കണ്ടാണ്. നമ്മൾ പറയാറുണ്ട്, കർത്താവിന്റെ മേഘപ്രത്യക്ഷത വന്നുകൊണ്ടിരിക്കുന്നു, ഇതാ വന്നുകൊണ്ടിരിക്കുന്നു, പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ നമ്മൾ കേൾക്കാത്ത പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചത്, ദൈവത്തിന്റെ ഇഷ്ടം നിന്നിൽ നിവർത്തിച്ച് കാണുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഒന്നുകൂടെ കൈകെട്ടി കിടക്കുവാനോ, ഒന്നുകൂടെ വിശ്രമിക്കുവാനോ, ഒന്നുകൂടെ ആലോചിക്കുവാനോ സമയമില്ല നമ്മുടെ മുമ്പില്. ആമേൻ, സ്തോത്രം. സമയം അത് ശീഘ്രത്തിൽ മുൻപിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറയുവാനുള്ളത്, ആമേൻ, അപ്പോസ്തലനായ പൗലോസ്
പറയുന്നു, എന്റെ കർത്താവ് തുറുങ്കിൽ കിടക്കുന്ന സഹോദരിമാരെ വെടിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാ. എന്റെ ഇഷ്ടം ഞാൻ മാറ്റിവെച്ചു, എന്റെ വിദ്യാഭ്യാസം മാറ്റിവെച്ചു, എന്റെ പദവികൾ മാറ്റിവെച്ചു, എന്റെ പാണ്ഡിത്യം മാറ്റിവെച്ചു. അവന്റെ ഇഷ്ടം എന്നിൽ നിറവേറണം എന്ന് പറയുന്നവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയത് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു പോയാൽ ഈ പുസ്തകത്തിന്റെ ഒത്തിരി ആഴത്തിലേക്ക് നമുക്ക് പോകേണ്ടതായി വരും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്ക്, 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 4-ാമത്തെ വേദാമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ചില ദൂതുകൾ കാണുന്നു. 4-ാമത്തെ വാക്യം വന്ന് വായിച്ചേ. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. അതോ ഉപദ്രവിച്ചു വന്നത് അവന്റെ ഇഷ്ടം. ആരുടെ ഇഷ്ടം? ശൗലിന്റെ ഇഷ്ടം. ശൗലിന്റെ ഇഷ്ടമല്ല അവിടെ നിവർത്തിക്കേണ്ടത്, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം. 14-15 പറയുന്നു, എന്റെ ഇഷ്ടമെല്ലാം ഈ ഭൂമിയിൽ എന്നെ വെറുപ്പ് സമ്പാദിച്ച ഇഷ്ടമാണ്, പക്ഷെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിവർത്തിച്ച് കാണാൻ ഈ 2025 2-ാമത്തെ മാസം 1-ാമത്തെ രാത്രിയിൽ തീരുമാനമെടുക്ക്. ഉറങ്ങും മുമ്പേ അവരുടെ ദൈവമേ, എന്റെ ഇഷ്ടമല്ല നിവർത്തിക്കേണ്ടത്. കഴിഞ്ഞ ഒരു മാസം എന്റെ ഇഷ്ടം നിവർത്തിച്ചു, കഴിഞ്ഞ ഒരു മാസം എന്റെ ഇഷ്ടം നിവർത്തിച്ചു, കഴിഞ്ഞ ഒരു മാസം എന്റെ ഇഷ്ടം നിവർത്തിച്ചു. എങ്കിലും നീ എന്നെ തള്ളിക്കളയാതെ 2-ാമത്തെ മാസം എന്നെ കൊണ്ടുവന്നു. അപ്പൊ ഈ മാസത്തിൽ അവൻ തുടങ്ങി 28 ദിവസം തീരും മുൻപേ എന്റെ ജീവിതത്തിൽ നീ ഒരു പ്രവൃത്തി ചെയ്യണം. എന്റെ ഇഷ്ടമല്ല നടക്കേണ്ടത്, നിന്റെ ഇഷ്ടം നടക്കണം. എന്റെ ഈ കരം കൊണ്ട് അനേകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് അനേകരെ എനിക്ക് സഭയിൽ കൊണ്ടുപോകണം, അനേകരെ ക്രിസ്തുവിനെ നേടണം. 28 ദിവസം കൊണ്ട് ദൈവമേ എന്റെ ഇഷ്ടം നിവർത്തിക്കരുത്. എന്റെ ശരീരത്തിൽ നിന്ന് പൊങ്ങി വരുന്ന, എന്റെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന, എന്റെ ചിന്തയിൽ കൂടെ ഊരിത്തിരിയുന്ന, എന്റെ കണ്ണിൽ കൂടെ ഊരിത്തിരിഞ്ഞു വരുന്ന ചില കാഴ്ചകൾ നടക്കരുത്. നിന്റെ ഇഷ്ടം നടക്കണമെന്ന് പറയാൻ എത്ര പേർക്കും രാത്രി അവൻ സമ്മതമാണ്. എങ്കിൽ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, അകത്തു വരുമ്പോൾ ഇരട്ടി അനുഗ്രഹത്തോടെ വരുവാൻ അവൻ ഹല്ലേലൂയ. കർത്താവ് രാവിലെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണി അക്കമിട്ട് പ്രാർത്ഥിച്ച് ആമേൻ 4 പേരെയും 4 ദിശയിലേക്ക് അയക്കുമ്പോൾ ഒന്നുപോലെ കുറയാതെ ഭവനത്തിനകത്ത് വരേണ്ട കാര്യമുണ്ട്. നീ പോലും അറിയാതെ എവിടെയൊക്കെ ഇരുന്ന് അഭിഷക്തന്മാർ നിനക്ക് വേണ്ടി കരയുന്നത് കൊണ്ടാ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരയുന്നത് കൊണ്ടാ, നിന്റെ ഭർത്താവിന് വേണ്ടി കരയുന്നത് കൊണ്ടാ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി കരയുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. പലപ്പോഴും ചൂമൽ വന്നിട്ടും പൊട്ടാതെ പോയ കാര്യം എന്നറിയാമോ? എവിടെയൊക്കെ കുറുപ്രാവിരുന്ന് കുറുകുന്നത് പോലെ അഭിഷക്തന്മാരുടെ കണ്ണീരാണ്. എവിടെയൊക്കെയോ അഭിഷക്തന്മാർ മുട്ടുമടക്കിയത് കൊണ്ട് ഇന്ന് രാത്രി ഞാനും ജീവനോടെ ഇരിക്കുന്നത്. ശത്രു വിചാരിച്ചു ഹല്ലേലൂയ എന്നെ തകർത്തു കളയാമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കിനി ഓടാനുണ്ട്. ഹല്ലേലൂയ. എനിക്കിനി മുൻപിലോട്ട് പോകാനുണ്ട്, എനിക്ക് ആമേ സഞ്ചരിപ്പാറുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നാളെ രാവിലെ ആകുമ്പോൾ എനിക്കിനി നടക്കാനുള്ള കൃപ തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേ സ്തോത്രം, ഒരു ശത്രുവിനും കീഴ്പ്പെടുത്തണമെങ്കിൽ നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമാ അവൻ നിന്നെ കീഴ്പ്പെടുത്തുന്നത്. മനസ്സിലായ ദൂത്? നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തി നിന്റെ ഇഷ്ടത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോഴാ അവൻ നിന്നെ കീഴ്പ്പെടുത്തുന്നത്. പ്രസ്തുത ആ ഇഷ്ടം മാറ്റിവെച്ചിട്ട് തമ്പുരാന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ ഈ നൂറ്റാണ്ടിൽ തയ്യാറാകുമെങ്കിൽ ഈ 28 ദിവസം കഴിയും മുൻപ് നിനക്ക് ബ്ലോക്കായിരിക്കുന്ന സകല തുരുമ്പ് പിടിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തട്ടിക്കുറഞ്ഞ് തമ്പുരാ പുറത്തു കൊണ്ടുവന്ന് നിവർത്തിച്ചു തരാൻ എന്റെ കർത്താവ് ശക്തൻ എന്ന് പറയുമ്പോൾ എത്ര പേർക്കും രാത്രി ആമേൻ പറയാൻ കഴിയും? Praise the Lord, praise the Lord, hallelujah. നീ തലമുറയെ ചൊല്ലി ഭാരപ്പെടുകയാണോ? ഇന്നും നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഭാരപ്പെടുന്ന കേട്ടോ, നിന്റെ തലമുറ ദൈവം തന്ന ദാനമാണ്. വചനം എന്താ പറയുന്നത്? ഉദരബലം അവൻ തരുന്ന ദാനമാണ്. ഹല്ലേലൂയ. അവൻ തരുന്ന പ്രതിഫലമാണ്. അങ്ങനെയെങ്കിൽ പറയാൻ വലിച്ചെറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ചെയ്യുമെന്ന്
ആമേ സ്തോത്രം. ഒത്തിരി കാര്യം ചിന്തിപ്പാറുണ്ട് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് അടുത്തൊരു വാക്യത്തിലേക്ക് നമുക്ക് വരാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേ 26-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരാം. 26-ന്റെ-16 വാക്യത്തിലേക്ക് വരാം. ഒന്ന് വായിച്ചേ. പെട്ടെന്ന്. സ്തോത്രം. നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകർ സാക്ഷിയുമായി നിയമിപ്പാൻ. എന്തെന്നറിയാം അവിടെ പറഞ്ഞു നിർത്തിയത്? എന്താ അവിടെ 16-ൽ പറഞ്ഞു നിർത്തിയത്? നിന്നെ ശുശ്രൂഷകനും അടുത്ത സാക്ഷ്യവുമായി നിയമിപ്പിപ്പാൻ ഞാൻ നിന്നിലേക്ക് പ്രത്യക്ഷനായി. ഉടമാരകൽക്കനാദി എന്ന് രാത്രി ഏതൊക്കെയോ കുടുംബത്തിൽ തമ്പുരാൻ പ്രത്യക്ഷനാകാൻ തുടങ്ങാ. നീ നാളെ സാക്ഷ്യം പറയാ, നീ നാളെ സാക്ഷ്യം പ്രസ്താവിക്കേണ്ടതാ പൗലോസേ. നിന്റെ പേര് ഞാൻ മാറ്റും, നിന്റെ ഊര് ഞാൻ മാറ്റും, ഇതുവരെ നീ പഠിച്ചുകൊണ്ടുന്ന പലത് ഞാൻ മാറ്റും. ആമേൻ. നിന്നെ തന്നെ ഞാൻ അപ്പാടെ മാറ്റാൻ പോവുകയാ. എന്റെ തമ്പുരാൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയാല് ഹല്ലേലൂയ, ഒരു സൈഡിൽ നിന്ന് തുടങ്ങും. അവൻ അത് ചെയ്യണമെങ്കിൽ പറയണം, തമ്പുരാനെ എന്റെ ഇഷ്ടം വേണ്ട, ഇത് ഈ ബോഡിയിൽ അങ്ങ് ഒതുങ്ങട്ടെ. ഇത് 6 അടിക്കുള്ള പെട്ടിക്കകത്തും 6 അടി കുഴിക്കകത്തും ഇറങ്ങി നിൽക്കേണ്ടതാ ഈ ശരീരം. ഇതിന്റെ ഇഷ്ടമല്ല എനിക്ക് വേണ്ടത്. ഈ 1-ാമത്തെ രാത്രി മുതൽ 28-ാമത്തെ രാത്രി വരെ എന്നെ ഭരിക്കേണ്ടത് നിന്റെ ഇഷ്ടമാണ്. അങ്ങനെയെങ്കിൽ പൗലൂസേ, നിന്റെ പേര് ഞാൻ ശൗൽ എന്നുള്ളതിനെ പൗലൂസാക്കി, നിന്നെ ഒരു അപ്പോസ്തലനാക്കി. ഞാൻ നിന്നെ നേടിക്കപ്പെടുവാനാ ഈ രാത്രി നിന്റെ കുടുംബത്തിനകത്തിന് സാക്ഷ്യം പ്രസ്താവിപ്പാൻ സ്വർഗം ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? പൗലൂസിന്റെ 3-ാമത്തെ സാക്ഷ്യമാണ് ദൈവം പ്രത്യക്ഷനായി കേട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഒരു വാക്യം, കൊലോസ്യർക്ക് ഒരു ലേഖനം എഴുതുമ്പോൾ ഒരു വാക്യം 1-10 കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു ദൂത് ശ്രദ്ധിച്ചേ. 1-10. കൊലോസ്യർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന ആത്മീകമായ സകല ജ്ഞാനത്തിനും വിവേകത്തിനും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത ദാവീദ് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. കണ്ടോ, ദീർഘമായ ഒരു ദൂത് അവിടെ പ്രസ്താവിക്കപ്പെടുമ്പോ അവിടെ പറയുന്നൊരു വാക്കിതാണ് സ്വതന്ത്രം. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം. ഹല്ലേലൂയ. എങ്ങനെയായിരിക്കണം? ആ വാക്യത്തിന്റെ ദൈർഘ്യം കണ്ടോ? അതിന്റെ ഗാംഭീര്യം കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹിച്ചാൽ നിനക്ക് കിരീടം ഉറപ്പാ. സഹിക്കുമ്പോൾ നിനക്ക് കിരീടവും വാഴ്ത്തത്വവും ഉറപ്പാ. ഇന്ന് രാത്രി ഈ ദൂത് മറന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. കേവലം ഒരു പായ്ക്കപ്പല് പായുന്നത് പോലെ അല്ലേ നീ ഇന്ന് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളത്തെ ഒരു സുപ്രഭാതം എന്റെ ജീവിതത്തിൽ എന്റെ വീട്ടിന്റെ മുറ്റത്ത് കടക്കാരൻ വന്ന് നിൽക്കുമെന്ന് പേടിച്ചിരിക്കുകയാണോ നീ? ഭാരപ്പെടേണ്ട കേട്ടോ. നിന്റെ ജീവിതത്തിനകത്തുള്ള ആ ടേണിംഗ് പോയിന്റിനെ യഥാസ്ഥാനത്തിലേക്ക് നയിപ്പാൻ ഇവിടെ പറയുന്നു, വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തുവാനുള്ള അവകാശത്തിനായി നമ്മെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ദൈവത്തിന്റെ ഒരു വലിയ ദാവീദിന് ദൈവം നൽകി. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താ ദാവീദ് നൽകിയെന്നറിയാമോ? സങ്കീർത്തനങ്ങൾ 18-20 വരപ്പെടുമ്പോൾ ദാവീദിന് ദൈവം ചില മഹത്വത്തിന്റെ സമ്പൂർണതയുടെ വിശാലതമായ ചില സ്വന്തം നന്മയുടെ കൂമ്പാരത്തിന്റെ
അകത്തളങ്ങളിൽ ദാവീദിനെ കൊണ്ടുവന്നു. തീർന്നില്ല. 119 സങ്കീർത്തനത്തിന്റെ ഹല്ലേലൂയ 8-ാമത്തെ വാക്യത്തിലേക്കും 9-ഉം 10-ലേക്ക് വരപ്പെടുമ്പോൾ ആമേൻ ദാവീദിനെ പിന്നെയും തമ്പുരാൻ കൊണ്ടുപോവുകയാണ്. ആമേൻ സ്തോത്രം. ചില നന്മകൾക്കും വാഴ്ത്തത്വങ്ങൾക്കും ആമേൻ മുകളിൽ പറക്കുവാൻ, മുകളിൽ കുതിച്ചു കയറുവാൻ. ഞാൻ പറയുന്നൊരു ദൂത് ശ്രദ്ധിക്കണം. ആത്മാവെന്നെ അങ്ങനെ പറയുക. ആമേൻ സ്തോത്രം. പാട്ടുകാരനും അങ്ങനെ തന്നെ പറയുന്നു. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവരെ പോലെ മുകളിലോട്ട് കയറി പോകണമെന്ന. കാരണം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ഒരു മനുഷ്യന് വീടില്ല, ഒരു മനുഷ്യന് സ്ഥലമില്ല, ഒരു മനുഷ്യന് കിടക്കാൻ ഒന്നുമില്ല. ആ മനുഷ്യൻ പറയുക, ഞാനൊന്ന് പിണമായി തീർന്നാൽ എന്നെ എവിടെ വെട്ടിമൂടും? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാ പറഞ്ഞു, ദൈവദാസനെ പാസ്റ്ററെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്ക്, വീട് തന്നതിനായി സ്തോത്രം, വീട് തന്നതിനായി സ്തോത്രം എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അന്ന് വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ രീതി മാറിയിട്ട് പറഞ്ഞു, കർത്താവ് വീട് തന്നതിനായി സ്തോത്രം. ആഹാ, കർത്താവെ സ്ഥലം തന്നതിനായി സ്തോത്രം. അവിടെ ആരാ തോറ്റെന്നറിയാമോ? സാത്താൻ തോറ്റു, ദൈവത്തിന്റെ ശബ്ദം വിജയിച്ചു. കേൾക്കണോ? 2021 കഴിയും മുമ്പ് വീടും സ്ഥലവും ദൈവം തന്റെ ദാസന് കൊടുക്കാൻ തമ്പുരാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് എഴുച്ചെന്ന് പറയരുത്. തരണേ തരണേ എന്നല്ല പറഞ്ഞു. കർത്താവ് നീ തന്നതിനായി സ്തോത്രം. എന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ നോക്കി ദൈവാത്മാവ് അഭിഷക്തന്മാരെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. തന്നതിനായി സ്തോത്രം പറ. നമുക്ക് ലഭിച്ചോ? ലഭിച്ചില്ല. പക്ഷെ ആത്മാവിൽ പറയണം, ലഭിച്ചതിനായി സ്തോത്രം. ആ ഒരു സ്ത്രീയെ ഞാൻ പുറത്തു കൊണ്ടുവരാം. അവള് വിശ്വാസത്തോടെ കണ്ണുകൾ മങ്ങിയ, കാഴ്ച നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന, പുരോഹിതനായിരിക്കുന്ന ഏലിയുടെ സഭയ്ക്കകത്ത് ആ സഹോദരി മുട്ടുമടക്കി ഇത് പറഞ്ഞു, എന്റെ നിന്ന തീർന്നതിനായി സ്തോത്രം, എന്റെ നിന്ന മാറിയതിനായി സ്തോത്രം, എനിക്ക് തലമുറ തരുന്നതിനായി സ്തോത്രം. അതിവിടെ വളർന്നത് സ്വപ്നം കാണുകയാ. ആ ദർശനം ഇന്ന് രാത്രി പ്രാപിക്കുമെങ്കിൽ ആ ദർശനത്തിലേക്ക് നീയും ഞാനും വരണം. ദർശനം പലപ്പോഴും മങ്ങിയവന്റെ അടുത്തിരുന്ന് പിന്നെയും നിന്റെ ദർശനം മങ്ങരുത്. പറയണം, എന്നെ കളിയാക്കിയുടെ മുൻപില് എന്റെ തലമുറ ശുശ്രൂഷകനാകണം, അവൻ എനിക്കൊരു ആൺ തലമുറയെ തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സഹോദരിയെ ഇന്ന് രാത്രി വെൽക്കം ചെയ്യാമോ? ആ സ്വഭാവത്തെ ഒന്ന് വെൽക്കം ചെയ്യാമോ? ദൈവത്തിന്റെ കരച്ചിലേക്കൊന്ന് ഏൽപ്പിക്കപ്പെടാമോ? പലപ്പോഴും തന്നില്ല എന്നല്ലേ പറയുന്നത്. ഇന്ന് രാത്രി പറ, തന്നതിനായി സ്തോത്രം. Praise the Lord. Hallelujah. എല്ലാവരും അവളെ കളിയാക്കി, എല്ലാവരും അവളെ മാറ്റി നിർത്തി, എല്ലാവരും അവളെ തുച്ഛീകരിച്ചു, അവളെ പുച്ഛിച്ചു. ഹല്ലേലൂയ. എന്നാൽ നിന്ന മാറ്റി അലങ്കാര വസ്ത്രം അണിയിക്കുന്ന ഏലിക്ക് കണ്ണുപോലും മങ്ങിപ്പോയ തലത്തിൽ, അവളെ പറഞ്ഞവരെല്ലാം മാറി നിൽക്കുന്ന തലത്തിൽ, ദാൻ മുതൽ ബേർശേബ വരെയുള്ള സകല രാജാക്കന്മാരെയും അഭിഷേകം ചെയ്യാൻ ഒരുത്തനെ അവളെ ഉദരത്തിൽ നിന്ന് പുറത്തെടുത്തെങ്കിൽ പ്രമാണം പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം 2025 2-ാമത്തെ മാസം ഉയരട്ടെ. എനിക്ക് തലമുറ അവൻ ദാൻ മുതൽ ബേർശേബ വരെ ഇന്നിരിക്കുന്ന നമ്മൾ പ്രസംഗിക്കുന്ന ദാവീദിനെ വരെ സ്നാനപ്പെടുത്താൻ അഭിഷേകം തൈലം അവന്റെ മേൽ ഒഴിക്കുവാൻ സ്തോത്രം. അതാ ആത്മസ്നാനമെന്ന അഭിഷേക തൈലം ഒഴിച്ച് അവന്റെ അപ്പന്റെയും അമ്മയുടെയും സഹോദരന്മാരെ മുമ്പിൽ നിന്ന് അവനെ പുറത്തെടുക്കുവാൻ. തീർന്നില്ല. ശൗലെന്ന രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനെ അവന്റെ പിന്നിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതിന്റെ പിന്നിൽ ഒരു ആത്മതപനം ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ശമൂവേൽ. അവൻ വില കൊടുക്കാൻ ഒരു അമ്മ ഉണ്ടായിരുന്നപ്പോൾ, അതിനകത്ത് ആമേൻ സ്വന്തം കരയുവാൻ ഒരു അമ്മ ഉണ്ടായിരുന്നപ്പോൾ, സമർപ്പിപ്പാൻ ഒരു അമ്മ ഉണ്ടായിരുന്നപ്പോൾ, ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ സ്വർഗ്ഗം ഇറങ്ങി വന്നു. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രി മറന്നു പോകരുത്.
നിങ്ങൾ വിക്കി വിക്കി പറയുന്ന ഓരോ വാക്കുകൾക്കും ഇതിനകത്ത് മറുപടി ഉണ്ട്. നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി ഉണ്ടെന്ന് പുസ്തകം പറയുന്നു. പറയുന്ന ഓരോ വാക്കിനും ഇതിനകത്ത് ദൂതുണ്ട്. ഹല്ലേലൂയ. എന്താ ഇവിടെ വായിച്ചത്? 3 ബാലന്മാരെ മാറി നിന്നു. ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല, ഈ മേശ ഞങ്ങൾക്ക് വേണ്ട. നീ ഞങ്ങളെ തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞാലും ഞങ്ങളെ കഷ്ണമാക്കി വെട്ടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കത്തില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. പക്ഷേ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്റെ ബിംബത്തെ നമസ്കരിക്കത്തില്ല. അതായിരിക്കണം ഉറപ്പ്, അതായിരിക്കണം കരുത്ത്. അപ്പുറത്ത് അയ്യത്ത് പുല്ലുണ്ടെന്ന് വെച്ച് നീ അവൻ പോത്തിനെ വാങ്ങി ഇവിടെ വിടണ്ട. കാരണം ആ പറമ്പ് നിനക്കുള്ളതല്ല. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്ക, കർത്താവ് എന്റെ പറമ്പിൽ പച്ച പുല്ല് മേയുവാൻ, എന്റെ പറമ്പിൽ പച്ച പിടിക്കുവാൻ. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 4 നദികളെ അവിടെ പുറത്തു കൊണ്ടുവന്നു. അതിലൊരു നദിയായ ഫിസോ, ഹല്ലേലൂയ ഹല്ലേലൂയ, നദിയെ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ നഗരമായ ആമേൻ പ്രൈസ് ദി ലോർഡ് ഏദൻ തോട്ടം മുതൽ ഒഴുകപ്പെട്ട നദിക്കകത്ത് പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ പച്ച പുല്ലുകൾ മുളച്ചു. ആമേൻ കണ്ണാടി കടലുകൾ പുറത്തു വന്നു. 2 ആമേൻ ഗുലുഗുലുവും മോദവും ഗോമേതകവും ഹല്ലേലൂയ സ്വർണ്ണവും പൊന്നും നിറഞ്ഞ അവൻ താഴ്വരയാക്കി തന്റെ ജനത്തെ പോഷിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലെ വേറെ ചൂടടിച്ചിട്ട് നീ പോത്തിനെ വിൽക്കേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥിക്ക, എന്റെ പറമ്പിൽ പച്ചയും പുട്ടിയുമായ ഒരു സ്വസ്ഥതയുടെ അനുഭവം തരാൻ എന്റെ തമ്പുരാൻ സർവശക്തൻ എന്ന് പറയാൻ ഇന്ന് എത്ര പേർക്ക് ധൈര്യമുണ്ട്? അങ്ങനെ ഉള്ളവരെ നോക്കി ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്തേ. ആമേൻ സ്തോത്രം. ആ വീടൊക്കെ ഒന്ന് മുഴങ്ങട്ടെ, അതൊക്കെ ഒന്ന് മുഴങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവവൈതലേ, ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. സ്തോത്രം. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തത്വം ഒരിക്കൽ പുറത്തു വരും. നിന്നിലൊരു വാഴ്ത്തത്വം ഉണ്ടെങ്കിൽ ആ വാഴ്ത്തത്വം പുറത്തു വരും. കാലതാമസമില്ല. ഈ 2025 2-ാമത്തെ മാസം 1-ാമത്തെ ദിവസം ദൈവാത്മ പറയുന്നു, നിന്നിലുള്ള വാഴ്ത്തത്വം പുറത്തു വരും. ആർക്കും തടയാൻ കഴിയാത്തൊരു വാഴ്ത്തത്വം വേദപുസ്തകത്തിനകത്തളങ്ങളിൽ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ പുറത്തു കൊണ്ടുവന്ന് അതിനെ ആമേൻ സ്തോത്രം സമാപ്തി വരുത്തുവാൻ യോഗ്യം പ്രാപിച്ച ഒരുത്തൻ നിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇതാണ് എന്റെ സുവിശേഷം. ഹല്ലേലൂയ. പൗലോസിന് മനസ്സിലായി, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. റോമർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. റോമർക്ക് 12:2 എല്ലാവർക്കും അറിയാം. എങ്കിലും ഒന്ന് വായിച്ച് പൊതുസഭ കേട്ടെ. 12:2. നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവത്തിനും ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. ഒരു രൂപാന്തരത്തിന്റെ സാക്ഷ്യമാണ് അവിടെ പൗലോസിൽ കൂടെ മുഴങ്ങുന്നത്. എങ്ങനെ? അത് ഈ ലോകത്തിന് അനുരൂപമാകാതെ ആമേൻ നന്മയും പ്രസാദവും പൂർണ്ണമായുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സൊന്ന് പുതുക്കി രൂപാന്തരപ്പെടുവി. പുതുക്കട്ടെ. 2-ാമത്തെ മാസം 1-ാമത്തെ മാസം പുതുക്കിയില്ല. ഒരു 3 ദിവസം മാത്രമേ പുതുക്കി വന്നുള്ളൂ. പിന്നത്തേതിൽ പുതുക്കിയില്ല. എന്താ പുതുങ്ങാത്ത കാര്യം? അതോടെ പുതുങ്ങി. സ്വത്രം. എന്നാൽ ഇത് പുതുക്കി വരണം. സ്വത്രം. അതെന്താ മാസം അങ്ങനെ പറഞ്ഞത്? ഡിസംബർ ന്യൂ ഇയറിന് ഒരു തീരുമാനം എടുത്ത് ഞാന് ആ 3 ദിവസം മാത്രം. എന്തൊരു പ്രാർത്ഥനയായിരുന്നു! 3 ദിവസം പിന്നെ നേരിപ്പായിരുന്നു. സ്വത്രം. 3-ാം ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചില്ലെന്നേ ഉള്ളൂ. വചനം വായിച്ചില്ലേ? വായിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പോണു. കർത്താവ് വന്നു. പോയില്ലെന്നേ ഉള്ളൂ. വന്നോ? വന്നു. പോയില്ലേ? എവിടെ പോയിരുന്നു? ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ ഉപവാസം എടുക്കുന്നല്ലോ. അത് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ. പള്ളിയിൽ ഉപവാസം ഗസ്റ്റുണ്ടോ? ദൈവം പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹലോ, ഇന്ന് രാത്രി 2-ാം മാസത്തെ 1-ാമത്തെ ദിവസം പറയാ, ഒന്ന് പുതുക്കി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. സകലത്തിനും ഒരു പുതുക്കം വരട്ടെ. ആമേൻ. എന്ന രാത്രി
സകലത്തിനും ഒരു പുതുക്കത്തിന്റെ അനുഭവം ഈ രാത്രി എത്ര പേർക്ക് പ്രാപിക്കാൻ കഴിയും? അത്രയും പേരോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്. എന്താ അവിടെ പറഞ്ഞത്? ആമേ ഇന്നലെ തിരിച്ചറിഞ്ഞ് ആമേ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. ഹല്ലേലൂയ. ഇതാകുന്നു എന്റെ സുവിശേഷം. ആമേ നമ്മൾ കർത്തൃമേശയ്ക്ക് കഴിഞ്ഞ ശേഷം വിശുദ്ധ ചുംബനത്തിന് അല്പം മുൻപ് ഈ വാക്യം നമ്മൾ വായിക്കാറുണ്ട്. വായിച്ചെന്ന് സ്തോത്രം പറഞ്ഞൊരു ആരാധന ആരാധിച്ച് വിശുദ്ധ ചുംബനം ചെയ്ത് പോകാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, പുതുക്കം വരണം സകലത്തിന്റെ മേലും. ആമേ പ്രാപിച്ച അഭിഷേകത്തിന് ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കണം. പറയുന്ന അന്യഭാഷയ്ക്ക് പുതുക്കം വേണം. ആമേ പറയുന്ന പ്രസംഗത്തിന് പുതുക്കം വേണം. ഇന്നും ദാവീദും കല്ലും അത് വേണ്ട, അത് വിട്ടേക്ക്. നമുക്ക് ഗോലിയാത്തിനെ അവിടെ ഒരുക്കി നിർത്താം. അത് ഇന്നും ഗോലിയാത്ത് തന്നെ. ഇന്നും ഗോലിയാത്ത് തന്നെ. ആമേ സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. പുതുക്കം വരട്ടെ. സ്റ്റെപ്പായി ഒന്ന് ഉയർന്നു വരത്തക്ക തലത്തിൽ. ഹല്ലേലൂയ. ഇന്നലെ കേട്ടതുപോലെ ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനം താഴുന്നില്ല, ഉയർന്നു പോകുന്നത് പോലെ ഈ തലത്തിലേക്ക് ഒന്ന് ഉയർന്നു വരട്ടെ. അടുത്ത ദിവസം പ്രസംഗിക്കുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് ദൈവം കൊണ്ടുവരട്ടെ. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 1:12. ആമേൻ. ഒന്ന് വായിച്ചു. 1:12. പ്രൈസ് ദി ലോർഡ്. സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോരുക. ആരാ ഈ ഗ്രൂപ്പ്? പൗലോസ്, ശീലാസ്, ഇവരാണോ? ഒരു വലിയൊരു സന്നാഹം തന്നെ ഉണ്ട്. അവർ വിട്ടുവരുന്ന സമയത്ത് ഇവർ പറഞ്ഞു വരുന്ന വാക്കുകൾ കർത്താവിനെ കുറിച്ചുള്ള വാക്കുകളാണ് പറയുന്നത്. ഇവർ വരുന്ന വഴിയിൽ തന്നെ നമുക്കവിടെ കാണാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. 11-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും പ്രൈസ് ദി ലോർഡ് 9-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോ അതൊക്കെ മുകളിലോട്ട് നമ്മൾ വായിച്ചു വരുമ്പോ 8-ാമത്തെ വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി ആമേൻ ആകും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിന് തൊട്ടു മുൻപ് ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി അവരുടെ മേൽ ആവശിക്കത്തക്ക തലത്തിൽ ഒരു സൈന്യമായി ജനമെണീക്കുകയാണ്. നോക്കൂ, ഈ സൈന്യം എന്ന് പറയുന്നത് പല ഗ്രൂപ്പ്, പല ഭാഷക്കാര. ഇവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആമേ ഒരു കരിമരുന്ന് പുരക്കകത്ത് ഒരു സ്പാർക്കിംഗ് എന്ന ഒരു അഗ്നിയുടെ ഒരു തരി, ഒരു കരിമരുന്ന് പുരക്കകത്ത് പോയി വീഴുമ്പോൾ ഒരു സ്ഫോടനം പോലെ ആമേ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ആമേ ഒരു ദൈവ പ്രവൃത്തി അയക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും ആയിരക്കണക്കിന് സാക്ഷ്യം പറയുവാറുണ്ട്. നിങ്ങൾക്കൊരു വേദി കിട്ടിയാൽ നിങ്ങൾ ഇന്ന് രാത്രി പറയും, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഒരിക്കലും ഒരിടത്തും ഒതുക്കിക്കളയാൻ കഴിയാത്തൊരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അവൻ ഈ വന്ന പ്രാർത്ഥിപ്പിലെന്ന് പഠിപ്പിച്ച ദൈവത്തിന്റെ പ്രാർത്ഥന ഇന്ന് രാത്രി മറന്നു പോകരുത്. അത്യത്തെ വാക്ക് സ്വർഗസ്ഥനായ എന്റെ പിതാവേ. ഇപ്പോഴത്തെ പ്രാർത്ഥന ബ്രാസങ്ങൾ ചേർത്ത് ദൈവത്തിന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ കർത്താവ് പോലും പഠിപ്പിക്കാത്ത പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സഭയെ ആമേൻ വാഴ്ത്തങ്ങളിലേക്ക് നടത്തുവാൻ കഴിയാത്ത തരത്തിൽ പ്രാർത്ഥനകളുടെ തട്ടുകൾ മാറുകയാണ്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഇവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഇവരെങ്ങനെയാ ദൈവത്തോട് ആരാധിച്ചത്? ആമേൻ. നോക്കൂ, ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, ഇത്ര നാളായി രക്ഷിക്കപ്പെട്ടിട്ട് പലരെയും സഭയ്ക്കകത്ത് കൊണ്ടുവന്ന നിങ്ങൾ, അനേകരെ ഉറപ്പിച്ച നിങ്ങൾ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവേതാ?
ദൈവത്തിന്റെ ആത്മാവ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, പരിശുദ്ധാത്മാ ഒരുവന്റെ മേൽ വരുമ്പോൾ, അവന്റെ മേൽ വരുമ്പോൾ അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അല്പസമയം കിട്ടിയാൽ കാറ്റെടുക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പുറത്തേക്ക് ഇറങ്ങി ദൈവസഭയ്ക്ക് വേണ്ടി അതാ വന്നത്. വേലക്കാരോ ചുരുക്കം, കൊയ്ത്ത് വളരെ ഉണ്ട്. എന്ന രാത്രി ദൈവത്തിന് വേണ്ടി പോകുവാൻ 24 പേരെ സ്വർഗത്തിലെ ദൈവം നിയോഗിക്കപ്പെട്ട ശുശ്രൂഷ ഫലമേൽപ്പിച്ച 24 പേര് പുറത്തിറങ്ങുമ്പോൾ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളെ നയിക്കുന്നത് ഒരു പുസ്തകമോ ഒരു സർട്ടിഫിക്കറ്റോ അല്ല, നിങ്ങളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കട്ടെ. കണ്ടോ അവിടെ വായിച്ചത്. അടുത്ത് പറഞ്ഞത്, ഇത് പറഞ്ഞ ശേഷം അവൻ ആരോപണം ചെയ്തു. ആരാ? യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അവര് പറഞ്ഞുകൊണ്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ട് വരികയാ ശിഷ്യന്മാർ. ഗലീല പുരുഷന്മാരെ എന്നാ വിളിച്ചിരിക്കുന്നത്. ഇവരിങ്ങനെ വരികയാ. സ്തോത്രം. അവിടെ പറയുക 10-ാം വാക്യം, അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് മുറ്റു നോക്കിയപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. അവരുടെ അടുക്കൽ നിന്ന് നോക്കിയേ. അവൻ സർക്കാരോടും ചെയ്യുന്നത് ഇവർ നോക്കി നിൽക്കുകയാ ഇന്ന് രാത്രി. സ്തോത്രം. ഇത് ഒരു 3D ഷോ അല്ല അവരവിടെ കണ്ടത്. ഇന്ന് മാധ്യമങ്ങൾ വളർന്നു, സോഷ്യൽ മീഡിയ വളർന്നു, പല സജ്ജീകരണങ്ങളും വളർന്നു. ദൈവം അതിന് ബുദ്ധി വികസിപ്പിച്ചു. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, ഇത് ഡിജിറ്റൽ സംവിധാനമല്ല, ഇത് മിറക്കിളല്ല, ഇത് ദൈവത്തിന്റെ സ്വർഗാരോഹണം. അവർ കണ്ടപ്പോൾ 2 പുരുഷന്മാർ വെള്ള വസ്ത്രം ധരിച്ച് അവരുടെ അടുത്ത് നിൽക്കുകയാ ഇന്ന് രാത്രി. ഇതിനകത്തിരിക്കുന്ന ദൈവ കുഞ്ഞെ, നീ കാണുന്ന ദർശനം അതായിരിക്കട്ടെ. ശംഭവരാജകൽക്കനാദി നീയും ഞാനും കാണുന്ന വെളിപ്പാട് അങ്ങനെ ആയിരിക്കട്ടെ. കർത്താവിന്റെ മുമ്പിൽ അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും കാച്ചൂട് വെച്ച അധ്യായം കുറിക്കുമ്പോൾ പറയണം, ദൈവമേ, ഇന്ന് ഇത് എന്റെ ദിവസമല്ല, ഇത് നിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. നിന്റെ ദിവസമായതുകൊണ്ട് ഞാൻ ബലപ്പെടുകയാ. എന്റെ ദിവസമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പട്ടുപോകുമായിരുന്നു. പക്ഷെ ഈ ദിവസം എന്റേതല്ല, ഇത് നിന്റെ ദിവസമാണ്. കർത്താവല്ലേ പറഞ്ഞേ, നാളത്തെ കുറിച്ച് നീ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. നാളത്തെ ദിവസം നിനക്കുള്ളതല്ല. ആമേൻ. അതിനർത്ഥം മനസ്സിലായോ? നാളത്തെ ദിവസം നീ ചിന്തിച്ച പ്രോഗ്രാമുകൾ, ഹല്ലേലൂയ, 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 ആയിരക്കണക്കിന് സാക്ഷി എന്ന് പറയാനുണ്ട്. എനിക്ക് ഒത്തിരി കോളുകൾ വന്നപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം, കർത്താവദാസനെ, നാളെ എനിക്കൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പോകേണ്ടതാ, പക്ഷേ എനിക്ക് പോകാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ തീരുമാനിച്ച ഡിസൈൻ ചെയ്ത വിവാഹ ശുശ്രൂഷ എന്റെ ഡേറ്റിലാണ്, പക്ഷെ എനിക്ക് പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, നാളത്തെ ദിവസം നിങ്ങൾക്കുള്ളതല്ല ദൈവാസനെ. ആ പെൺകുട്ടിയെ ആര് വിവാഹം കഴിച്ചയപ്പിക്കണമെന്ന് സ്വർഗം തീരുമാനിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർക്ക് പോകാൻ പറ്റോ? ഞാൻ പറഞ്ഞു, ഓ ഇല്ല പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാളത്തെ എന്റെ ദിവസമല്ലാതെ വേറൊരാളിനെ കൊണ്ടുവരും. ആഴംപടി പിടി കിട്ടിയോ? മനസ്സിലായോ? നാളത്തേക്ക് വേണ്ടി ഒന്നും ഒരുക്കി വയ്ക്കണ്ടെന്നല്ല, ഡിസൈൻ ചെയ്ത് നോക്കിയായിരിക്കണം. നാളെ എനിക്ക് ഇന്നത് ചെയ്യണം, നാളെ എനിക്ക് അവിടെ പോകണം, നാളെ എനിക്ക് ഇവിടെ പോകണം, നാളെ എനിക്ക് അവിടെ പോയി ഒപ്പിട്ട് കൊടുക്കണം, നാളെ പോയി എനിക്ക് ആ കമ്മിറ്റിയിൽ ഇരിക്കണം, നാളെ പോയി ഇന്നത് ചെയ്യണം, ഇതെല്ലാം റിപ്പോർട്ട് തയ്യാറാക്കണം. ഇല്ല, നോ. നാളത്തെ ദിവസം നിനക്കോ എനിക്കോ ഉള്ളതല്ല. ഹല്ലേലൂയ. തമ്പുരാൻ പറയുന്നു, മനുഷ്യ, നാളത്തെ ദിവസം എന്റേതാ. നാളെ 2-ാം തീയതി കർത്താവേ, ഇതെന്റെ ദിവസമല്ല, ഇത് നിന്റെ ദിവസമാ. ഈ ദിവസം നീ ഡിസൈൻ ചെയ്ത വഴിയിൽ ഞാൻ നടക്കും. പറ, നീ ഡിസൈൻ ചെയ്ത വഴിയിൽ നിന്റെ മേപ്പിൽ ഞാൻ നടക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ മേപ്പിൽ നടക്കാൻ തീരുമാനമുള്ളവർ സ്തോത്രം പറ. തീരുമാനം മാറട്ടെ, ചിന്തകൾ മാറട്ടെ. നമ്മുടെ ബുദ്ധിയിൽ ഈ 1.25 കിലോ വെയിറ്റുള്ള തലച്ചോറിൽ വരുന്ന ഭാരങ്ങൾ മാറ്റിവെക്ക്.
ശമലപരകതുരി ഒരുത്തനെ ശരീരത്തിനകത്തുനിന്ന് വെള്ളം പറ്റിച്ച് കാക്കയുടെ വരവ് നിർത്തി അവനെ എഴുതിപ്പിച്ചു. അവന്റെ പേര് ഏലിയാവ. ചെല്ലടാ, എന്റെ ദാസൻ അവൻ മരിച്ചു. അവനെ തലമുറയെ കണക്കാര് പിടിച്ചുകൊണ്ട് വന്നിക്കുക. നാളത്തെ ദിവസം നീ മരിക്കില്ല, നീ നിന്റെ മക്കളും മരിക്കില്ല. കാരണം നിന്റെ ഭർത്താവ് എന്റെ ദാസനായിരുന്നു, അവൻ എന്റെ വേല ചെയ്തവനാ. അതുകൊണ്ട് നിന്റെ തലമുറ നാളെ മരിക്കത്തില്ല, നീയും മരിക്കത്തില്ല. അങ്ങനെ മുദ്ര കുത്തിയ സകല പൈശാചിക കോട്ടകളെയും തകർത്തുടയ്ക്കുന്ന ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. നാളെ നിന്റെ മരണം കാണാൻ കുറിച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ തകർക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഈ വീട്ടിനകത്ത് വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? സംഭവനായ കരങ്ങളെ അടിച്ചു നോക്കി ആരാധിച്ചാട്ടെ. ഒരു പോര് പൊട്ടി ഇന്ന് രാത്രി മാറാൻ പോകുക, ഒരു പോര് പൊട്ടി മാറാൻ പോകുക. ഉടമലരകത സംഭവനായ തലമുറയ്ക്ക് നേരെ നിൽക്കുന്ന, നിന്റെ കുടുംബത്തിൽ നേരെ നിൽക്കുന്ന, ഉപജീവനത്തിൽ നേരെ നിൽക്കുന്ന പോരുകൾ അഴിയത്തുന്ന രാത്രി ഉടമാരകൽക്കന വൈദവനാരകൾ പ്രൗഢവരക്ഷം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പോരഴിയട്ടെ. കരങ്ങളെ അടിച്ചുന്ന രാത്രി ഒന്ന് ആരാധിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. വാദിക്കുന്ന രാജുകളെ നോക്കി വാദിക്കുന്ന പ്രൈസ് ദി ലോർഡ്, റിബലമ സംഭവ രാജക നിന്റെ ഭാവിയെ വിരോധമായി വാദിക്കുന്ന, നിന്റെ ഭാവിക്ക് വാദിക്കുന്ന റിബലമ സംഭവ നിന്റെ യാത്രയ്ക്ക് വിരോധമായി വാദിച്ചു നിൽക്കുന്ന പോരുകൾ ഉടമലരകളെ ശൈതവനത്തുടി നിന്റെ ഉപജീവന വഴിക്ക് വിരോധമായി പൊങ്ങുവരുന്ന ചില പോരുകൾ, ആചാര മണ്ഡലങ്ങൾ, ചില എതിർ പ്രാർത്ഥനകൾ, എതിരാരാധനകൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറുന്ന രാത്രിയാ. ഉടമന രംഗത തലമുറയെ നോക്കി വെല്ലുവിളിച്ച ചില ശാപക്കെട്ടുകൾ അഴിയ ഉടമന രംഗത സംഭവാതി എന്ന് രാത്രി മരണങ്ങൾ മാറുകയാ. നാളത്തെ നിന്റെ ദിവസമല്ല, നാളത്തെ ദൈവത്തിന്റെ ദിവസമാ. ദൈവം നിശ്ചയത്തിൽ നൽകിയിരിക്കുക. നീ തോറ്റവനാ, നീ എത്ര പ്രേക്ഷിച്ചാലും ആമേൻ അവനെ ബന്ധിക്കാൻ കഴിയത്തില്ല. അവൻ എന്റെ പൈതലാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആരാധിക്കാൻ പറ്റും? എത്ര പേർക്ക് ആരാധിക്കാൻ പറ്റും? ഒരു വലിയ വിടുതൽ ദേശത്തിൽ വെളിപ്പെടുകയാ, ഒരു വലിയ വിടുതൽ വെളിപ്പെടുകയാ. തകവേദി ആരാധിച്ചോ, റോസസിനെ ആരാധിച്ചോ, ഇന്ന് രാത്രി ആരാധിച്ചോ. ഒരു വലിയ വിടുതൽ സംഭവിക്കുക, ആ കുടുംബങ്ങളിൽ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് അങ്ങനെ തന്നെ ഇന്ന് രാത്രി ദൂത് പറയുക. ആരാധിച്ചോ, ആമേ സ്തോത്ര. ലിൻഡ ആരാധിച്ചു. നിന്റെ ഭാവിക്കെതിരെ കെട്ട് പൊട്ടുകയെന്ന് രാത്രി യേശുവിൻ നാമത്തിൽ നിന്നെ ഒരു വെൺമഴുവാക്കുവാൻ ദൈവത്തിന് പദ്ധതി കൊണ്ട് വൈകുന്നേ. നിന്റെ വെൺമഴുവാക്കുവാൻ 2025 ദൈവം നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കുകയാ. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ പിതാവിന് വേണ്ടി, ദേശിക്ക് വേണ്ടി ആമേ ചില പങ്കപ്പാടുകൾ മാറാൻ പോവുകയാ. എന്ന് രാത്രി നിന്നെ ഒരു വെൺമഴുവാക്കി പുറത്തെടുക്കുന്ന രാത്രി പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ആരാധിച്ചോ. ആ മൂത്ത തലമുറയുടെ തലയിൽ ആ കൈവച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം എന്ന് രാത്രി വിട്ടുമാറുകയാ. ആ മാതാവിന്റെ കരം ആ പൈതലിന്റെ തലയിലേക്ക് വെച്ച ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവളെ വലയ്ക്കുന്ന വാഴ്ചത്വങ്ങളിലേക്ക് അടുപ്പിക്കാതെ അവളെ വലയ്ക്കുന്ന പോരുകൾ എന്ന രാത്രി അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. തീ കത്തുന്നു. ഇതിനകത്തൊരു തീ കത്തുകയാ. ഹല്ലേലൂയ. മിനി കർത്താവിന്റെ അഭിഷേകത്തെ ആമേ എന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ആമേ സ്തോത്ര. കർത്താവ് സല്ല് മുഴങ്ങാൽ മടക്കിക്കോ. എന്ന് രാത്രി തലമുറ അവിടെ ഇരിപ്പുണ്ട്. കൈയടിച്ച് ആരാധിക്കാൻ പറ. ഇന്ന് രാത്രി ഒരു വലിയൊരു പ്രവൃത്തി വെളിപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ പുറത്തു വരാൻ പോവുകയാ. ചില സ്പോൺസർമാരെ എണീപ്പിക്കാൻ പോവുകയാ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ചൂടമാനമാന റേഖമാന വൈഡമാന ചൂടമാന അന്തരാജ വൈഡമാന ചൂടവന്തരന്തരം തരേതരത്തു രാജവൈഡ അന്തക്കമന വേദവരം ധരാകര പ്രൗഢ വൈഡക്കടക വേദവരാജകൽക്കനാദി. ഹല്ലേലൂയ. ബേത്തിശ്വരരെ പ്രാർത്ഥിച്ചോ. ആമേ ദേശത്തിലെ അന്ധകാരം മാറാൻ പോകുകയാ. ദേശത്തിലെ പോരുകൾ അഴിയാൻ പോകുകയാ. തലമുറയുടെ മേൽ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചോ. എന്ന രാത്രി തലമുറയെ പിടിച്ച് കുരുക്കുന്ന ജാതിക മണ്ഡലങ്ങൾ, ദേശത്തിലെ വിഗ്രഹ ആരാധനകൾ എന്ന് രാത്രി പോറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവരുടെ കണ്ണുകളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ ഹല്ലേലൂയ ശുദ്ധീകരിക്കുകയാണ്.
ഓ റിവലവ ശംഭവ രഗൽക്കന. യേശുവിന്റെ നാമത്തിൽ ആ തലമുറകളുടെ കൈവച്ച് പ്രാർത്ഥിച്ചോ, ദിവസത്തെ പ്രാർത്ഥിച്ചോ. ഒരു വലിയ അനർത്ഥം മാറുകയാ, ദേശത്ത് ദൈവശക്തി വെളിപ്പെടുകയാ, ദൈവത്തിനകത്ത് വെളിപ്പെടുക. പ്രോസസ്സെ പ്രാർത്ഥിച്ചോ, ഒരു വലിയ വിറക്കൽ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ഓ റിവലവ ശംദന വൈഡവന രഗൽക്കനാദി. ആമേ രാജവീതി, ആമേ പണി അവിടെ തീരുമ്പോ തന്നെ കുടുംബത്തിൽ അത്ഭുതം സംഭവിക്കും. പ്രാർത്ഥിച്ചോ. രാജാവ് വരാൻ വേണ്ടി വഴി വിസ്താരമാക്കുന്നു, റോഡ് വരുന്നു. ഇത് നാൾക്കളായി ദൈവാത്മാവിന്റെ ദൂത് നിറവേറുമ്പോൾ, അത് പാടി വിനിഷാകുമ്പോൾ, വാഹനങ്ങൾ തടസ്സം കൂടാതെ വീട്ടിന്റെ മുറ്റത്ത് വരുമ്പോൾ, എന്ന രാത്രി ആലോചന കൈമാറുന്നു. ഒരത്ഭുതം ജീവിതത്തിൽ സംഭവിക്കും, ഉദരത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും, കുടുംബത്തിൽ മിറക്കൽ സംഭവിക്കും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. എന്തൊക്കെയോ ശരീരത്തിൽ വിട്ടുമാറുകയാ, പോരുകൾ അഴിയുകയാ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പോറ്റി ആരാധിക്കുന്ന രാത്രി പൂർത്തൻ അഭിഷേകം പുറത്തു വരട്ടെ. പ്രാർത്ഥിച്ചോ. നന്ദുലോർത്ത് പ്രാർത്ഥിച്ചോ. രാത്രി യേശുവിന്റെ നാമത്തിൽ അവനെ കെട്ടുന്ന, ഭാവിയെ കെട്ടുന്ന, അവന്റെ അതിരത്തെ കെട്ടുന്ന, ബുദ്ധിയെ കെട്ടുന്ന, അവന്റെ കരങ്ങളെ കെട്ടുന്ന രാത്രി പോട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം മുഖത്തെ തകർക്കുന്നു, അഭിഷേകം മുഖത്തെ തകർക്കുന്നു. എന്ന രാത്രി മുഖം തകരട്ടെ, യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. അഭിഷേകം മുഖത്തെ തകർക്കുന്നു, പറ. അഭിഷേകം മുഖത്തെ തകർക്കുന്നു. ഹല്ലേലൂയ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഫാദർ. യേശുവിന്റെ നാമത്തിൽ ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ ശക്തി ആശ്രയിവാഴും ആണ്ടവരെ ഇന്ന് കാമേ ഈ വ്യക്തിയുടെ ഹൃദയങ്ങളില അങ്ങയുടെ കരം ഉടമന രഗതന ശമനവ രഗതുനി അങ്ങൾ കമനവ രഗതുനി അസൈവാഴു ആണ്ടവരെ എന്ന രാത്രി ശീഘ്രത്തിൽ ഞങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുത്ത, ദൈവത്തിന്റെ ശത്രുത വെളിപ്പെടുത്ത, കർത്തർ വല്ലഭ ഇറങ്ങി വരത്ത, കർത്തർ അത്ഭുതം വെളിപ്പെടുത്തപ്പ. ഓ റിവല ശമന രഗതനെ ഞാൻ അനുഭവിക്കുന്നു. ഈ രാത്രി ചില കുടുംബത്തിനകത്ത് ദൈവം പ്രവൃത്തി വെളി. നാളത്തെ നിന്റെ ദിവസമല്ല കേട്ടോ, നാളെ ദൈവത്തിന്റെ ദിവസം. ഓരോ ദിവസം എണീക്കുമ്പോൾ ദൂത് കേട്ടോ, കർത്താവേ ഇതൊന്നും എന്റെ ദിവസമല്ല, ഇത് നിന്റെ ദിവസമാ. നിന്റെ ഇഷ്ടത്തിൽ സഞ്ചരിക്കുക, നിന്റെ ഇഷ്ടത്തിൽ യാത്ര ചെയ്യുക, നിന്റെ ഇഷ്ടത്തിൽ എനിക്ക് സഞ്ചരിക്കുക എന്ന രാത്രി ഞാൻ തയ്യാറാകുന്നു. എന്നെ തന്നെ സമർപ്പിക്കുന്നു നാഥനെ. ശ്രുതബലബല റിബലബല ശംഭവരാജകൽക്കനാദികര തുരിവേദമരം ധനാകര. Hallelujah. Rimalama Shamdana, Rigalkanadigara Shamdane. Hallelujah. അമ്മേ, തന്റെ ഭക്തന്മാർക്ക് ചുറ്റും കൂടാരമിറക്കുന്ന ദൈവം എന്ന രാത്രി. ഹല്ലേലൂയ. ഗീനുസിസ്തേ ദൈവാത്മാവ് ആലോചന പറയുന്നു.